പഠനം നടത്തുന്ന അനേകം കൂട്ടുകാരാണ് നമ്മുടെ കുടുംബത്തിലേക്ക് സെക്കൻഡ് ഇയർ ബാച്ചിന്റെ ഗസ്റ്റായി നമ്മോടൊപ്പം അല്പനേരം സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട റബീബിത്തിയാണ്. ഗോൾ സെറ്റിംഗ് എന്ന ടോപ്പിക്കിൽ നമ്മോട് സംസാരിക്കും. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ജോലിയിലാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. മൈൻഡ് പവറിലും നമ്മളെ മെഡിറ്റേഷനിലൂടെയും ട്രെയിനറിലൂടെയും മാറ്റാൻ പറ്റും. ഒരു കുട്ടി ജനിച്ചത് മുതൽ ജോലി വാങ്ങുന്നത് വരെ നമുക്ക് ഒരുപാട് ഉയർച്ചയിലൂടെയും താഴ്ചയിലൂടെയും പോകാറുണ്ട്. ഇതെല്ലാം വളരെയധികം നന്നായി റബീബിത്ത വളരെയധികം സൗമ്യമായി കൈകാര്യം ചെയ്യും. അതിനുള്ള റബീബിത്തയുടെ ആത്മവിശ്വാസമാണ് ഈ പദവി വരെ എത്തിച്ചത്. വളരെയധികം സ്വീറ്റ് ആൻഡ് കാം പേഴ്സണായ റബീബിത്താനെ ആദ്യമായി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മോസ്റ്റ് വെൽക്കം ടു അവർ LTS ഫാമിലി. അതോടൊപ്പം ഇങ്ങനെയുള്ള അവസരം നൽകി നമ്മോടൊപ്പത്തിനൊപ്പം നിൽക്കുന്ന LTSന്റെ ഇർഫാത്ത് സർ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകർക്കും, സൈക്കോളജി ബാച്ചിന്റെ കോർഡിനേറ്ററായ അനശ്വര മാമിനും മറ്റു കോർഡിനേറ്റേഴ്സിനും ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ കേൾക്കാനെത്തിയ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം ടു ആൾ. താങ്ക് യു സന, താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരിക കേട്ടോ. നിങ്ങളിൽ നിന്നുള്ള ഒരാളായ ഞാനല്ലേ വന്നിട്ടുള്ളത് നിങ്ങളോട് സംസാരിക്കാൻ. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരിക. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് പറഞ്ഞല്ലോ, റബീബ. എൻ്റെ നാട് പാലക്കാട് ജില്ലയിലാണ്. ഞാൻ ഇന്ന് ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. BA സൈക്കോളജി LTSലെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആണ്. 3 മക്കളാണ്. മോള് BSc ഒപ്റ്റോമെട്രി 3ാമത്തെ കൊല്ലം, മോന് പിന്നെ 2 ആൺകുട്ടികളാണ്. മോന് +2-ല്, ചെറിയ ആള് 5ാം ക്ലാസ്സിൽ. ഹാപ്പി ആയിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. ഹസ്ബൻഡ് റിയാദില്. പിന്നെ ആദ്യം എനിക്ക് പറയുള്ളത്, ഈ ടോപ്പിക്ക് ഞാൻ എടുക്കാവുന്ന ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എന്താന്ന് വിചാരിച്ചാല് ട്രെയിനിങ്ങിന്റെ ആ സമയത്ത് പ്രാക്ടിക്കലി ട്രെയിനിങ്ങിന് പോയപ്പോ 15 days ആയിരുന്നു. അവിടെ പോയപ്പോ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ബാച്ചിലുള്ള സുഹൃത്തുക്കളോട്, ഒരു സെഷന് എന്തായാലും ഞാൻ LTSൽ എടുക്കും എന്നുള്ളത്. ഇത് എൻ്റെ ഈ ടോപ്പിക് ബേസിക് ചെയ്ത ഒരു സംഭവം കൂടിയാണ്. ഇതിന്റെ ഒരു ഗോൾ സെറ്റിങ്സ് ആയിരുന്നു. ഇടക്കിടക്ക് ഞാൻ ഈ ഗോൾ സെറ്റിങ്സിന് നോട്ട് തയ്യാറാക്കിയത് തന്നെ ഈ ഒരു ഇന്റൻഷൻ വെച്ചിട്ടായിരുന്നു. എന്തായാലും LTSൽ ഇത് അവതരിപ്പിക്കും ഞാൻ എന്നുള്ളത്. അൽഹംദുലില്ലാ, അതിനെനിക്ക് അവസരം തന്ന LTSനും എൻ്റെ ബാച്ചിലുള്ള സുഹൃത്തുക്കൾക്കും അനശ്വരമാമിനും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് താങ്ക്സ്ഫുൾ അറിയിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എല്ലാവരും വന്നിട്ടുള്ളത്, ഇപ്പോ എന്താണ് ഈ ഗോൾ സെറ്റിങ്സ്, എന്താണ് നമുക്ക് ലൈഫിലൊക്കെ നമുക്ക് മാറ്റം വേണം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മാറ്റം. നമുക്ക് അത്യാവശ്യമാണ്. നമ്മള് പല റോളിലൂടെ നമ്മളെ ലൈഫ് കൊണ്ടുപോകുന്നുണ്ട്, ഏത് റോളിലൂടെ ആയാലും. പക്ഷെ നമുക്ക് മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പാരന്റ് വെബിനാർ ഒക്കെ എടുക്കുമ്പോ ചിലരൊക്കെ ചോദിക്കും, ഓഫ്ലൈനൊക്കെ പോകുമ്പോഴേ അവരിങ്ങനെ ആദ്യമൊക്കെ കേട്ട് നിൽക്കുമ്പോ അവരെ ഇങ്ങനെ മാറണമെന്ന് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാനടക്കം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അപ്പോ ഇടയ്ക്ക് ഒരു ചോദ്യമുണ്ട്. പേഴ്സണലായിട്ട് ഇങ്ങനെ ക്ലയൻസ് വരുമ്പോഴൊക്കെ ചോദിക്കാം, ഓഹോ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മാറിയാൽ മതി എന്ന് പറയുമ്പോൾ അവര് ചോദ്യമുണ്ട്, ഓഹോ അപ്പൊ ഞാനാണല്ലേ പ്രശ്നം എന്ന് പറയും. അപ്പൊ അവിടെ എന്താണ് പറയലേ, നിങ്ങളാണ് ശരി, പക്ഷെ അത് നിങ്ങളെ ശരി ഒരു പുവർ വെർഷനെ അത് എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരിക, അതിൽ എത്രത്തോളം നിങ്ങൾ ശരിയുണ്ട് അത് നിങ്ങൾക്ക് അറിയണില്ല. അവിടെയാണ് നമുക്കൊക്കെ പറ്റണ മിസ്റ്റേക്ക്. അപ്പൊ അതൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അപ്പോൾ അവര് സമ്മതിക്കല്ല, ശരിയാണ് ഇവിടെ തെറ്റ്. സംഭവം എന്താണെന്നറിയോ, നമുക്ക് ഒരുപാട് കാര്യങ്ങള് ഈ സൊസൈറ്റിന്ന്, നമ്മുടെ ഫാമിലിന്ന് ഒക്കെ പ്രോഗ്രാം ചെയ്ത് കിട്ടിയതാണ്. പല കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളോ ആയിക്കോട്ടെ, പല കാര്യങ്ങളും നമ്മളെ ലൈഫിൽ പല റോളും നമ്മൾ എടുക്കുന്നതാണ്. അത് എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നമ്മളായിട്ട്
ശരിക്കും ഇത് വേണം വിചാരിച്ച് കണ്ട് നമ്മൾ ചെയ്യുന്നതല്ല. പക്ഷെ നമുക്ക് അറിയാം അവിടെയൊക്കെ മാറ്റം വേണമെന്നുള്ളത്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തതല്ല. ഇത് പ്രോഗ്രാമിംഗ് ആയി ഓൾറെഡി നമ്മളിലോട്ട് ഇത് വന്നതാണ്. അപ്പൊ അവിടെയൊക്കെ ചേഞ്ച് വേണം. നമുക്കറിയാം ഒരു മാറ്റം വേണം എന്നുള്ളത്. ഇപ്പോ ഞാന് ആദ്യമൊക്കെ ഒരു പക്ക ഒരു വീട്ടമ്മയായിരുന്നു. ഒരു 21 വർഷം വെറും ഒരു ഹൗസ് വൈഫായി വീട്ടമ്മയായിട്ട് ഇരുന്നതാണ്. 21 വർഷത്തിന് ശേഷം ഒരു പഠനത്തിലോട്ട് ഇറങ്ങിയ ഒരു ജേണിയാണ് ഇന്നെന്ന് ഇവിടെ കൊണ്ട് എത്തിച്ചത്. അതിലോട്ട് നമുക്ക് വരാം. നമുക്ക് അറിയാം എന്തായാലും നമ്മളെ ലൈഫിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു ഗോൾ സെറ്റിങ്സ് വേണം, ഒരു ഗോള് വേണം. അതിലോട്ട് നമുക്ക് എത്തിപ്പെടണം. പക്ഷെ അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അത് അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്താ വേണ്ടതെന്നറിയോ? ദ എബിലിറ്റി ടു സ്റ്റേ നോ. നോ പറയാൻ നമ്മൾ പഠിക്കണം. അതാ സംഭവം. പക്ഷെ നമ്മൾ എന്താ ചെയ്യണെന്നറിയോ? നമുക്ക് നോ പറയാൻ അറിയാം. നമുക്കൊക്കെ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്, നമുക്കൊക്കെ അറിയുന്നതാണ്. നമ്മൾ പുറത്തോട്ട് നോ പറയാൻ മടിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് നമ്മളോട് നമ്മളെ സെൽഫ് പറയുന്നുണ്ട് നോ പറ, നോ പറ, നോ പറ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും പറയില്ല. അതെന്താ ചെയ്യാന്നറിയോ? നമ്മൾ ബുദ്ധിമുട്ടും. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടും. നമ്മളെന്താ വിചാരിക്കണറിയോ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും, വാട്ട് അതേഴ്സ് തിങ്ക്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് മാറ്റം വരണം എന്നുണ്ട്, ഇത് നോ പറയണം എന്നുണ്ട്. പക്ഷെ നമ്മൾ പുറത്തോട്ട് പറയില്ല. അത് മറ്റുള്ളവരെന്താ വിചാരിക്കുക, മറ്റുള്ളവർക്ക് വിഷമാവോ? ഇത്രയും കാലം നമ്മൾ ചെയ്തു പോന്നത് അതാണ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്തു പോകുന്നത്. നോ പറയാൻ നമുക്ക് മടിയാണ് എന്നല്ല, നമ്മൾ പറയൂല. കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണിത്, മറ്റുള്ളവരെന്താ വിചാരിക്കുക, അതാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമ്മൾ എപ്പോഴും വാട്ട് അതേഴ്സ് തിങ്ക്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം നമ്മൾ അവിടെ ചിന്തിച്ചാൽ മതി. നമ്മൾ എന്ന വ്യക്തി നമ്മൾ എന്ത് വിചാരിക്കും? അത് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്താണ് നമ്മളെ കുറിച്ച് വിചാരിക്കുക എന്നുള്ളത്? അങ്ങനെ നമ്മൾ ചിന്തിച്ചാല് അവിടെ വരും നമുക്ക് മാറ്റം. ഇത് നമുക്ക് അവിടെ നോ പറയാൻ പറ്റണം. പിന്നെ 1/999, അതായത് നമ്മുടെ ചിന്തകൾ ഒരുപാട് 1000 തോട്ട്സിലൂടെ കടന്നു പോകുന്നതാണ്. ആ ഒരു 1000 തോട്ട്സിൽ നിന്നും 1/999, 1000 ചിന്തകളിൽ നിന്ന് ഒരൊറ്റ ചിന്തയായിട്ട് നമുക്ക് കിട്ടണം, ഒരൊറ്റ തോട്ട് നമുക്ക് കിട്ടണം. അതിൽ നമ്മൾ വർക്ക് ചെയ്യണം. അതിന് നമുക്ക് ലൈഫിൽ ക്ലാരിറ്റി വേണം. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി 1000 ക്ലാരിറ്റി, ഇപ്പോ 1000 അല്ല, 100 ക്ലാരിറ്റി ആയിക്കോട്ടെ, ഒരു എന്താ പറയാ, ഒരു വെളിവില്ലാത്ത ക്ലാരിറ്റി ആയിക്കോട്ടെ, അതിൽ നിന്ന് പെർഫെക്റ്റ് ആയ വളരെ ഒരൊറ്റ ഒരു ക്ലാരിറ്റിയിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യണം. ക്ലാരിറ്റിയിൽ നിന്നുള്ള ഒരൊറ്റ തോട്ടിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ. ഇനി ഇതിനൊക്കെ നമുക്ക് കഴിയുമോ എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം വരുന്നത് നമ്മളെ മനസ്സിൽ. നമ്മളെ മൈൻഡിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഹിറ്റ്ലർ പണ്ട് ജൂതന്മാരെ കൊന്നിരുന്നത് പല മോഡലിലായിരുന്നു, തടവിലാക്കിയിട്ട്. അതില് ഹിറ്റ്ലർ ഉപയോഗിച്ച ഒരു മെത്തേഡാണ് 10 ആളുകളെ തടവിലാക്കിയിട്ട് 10 ആളുകളെ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി നിർത്തും. എന്നിട്ട് ഒരാളെ നല്ല വിഷല്ല പാമ്പിനെ കൊണ്ട് കൊത്തിക്കും. അത് 9 ആളുകളെയും കാണിച്ചു കൊടുക്കും ഹിറ്റ്ലർ. എന്നിട്ട് ആള് നല്ല വിഷല്ല കൊടും പാമ്പാണ്, ആള് ഉടനെ മരിക്കും. ഇത് മറ്റുള്ള 9 പേരും കാണും. എന്നിട്ട് 9 പേരുടെയും കണ്ണ് കെട്ടിയിട്ട് ഇയാളെ ഏത് ഭാഗത്താണോ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചത് ആ ഭാഗത്ത് തന്നെ ഇവരുടെ 9 പേരെയും സൂചി കൊണ്ട് കുത്തും. പക്ഷെ ഇവർ കാണുന്നില്ലല്ലോ എന്താണ് ഇവരുടെ ശരീരത്തിൽ തട്ടുന്നു എന്നുള്ളത്. അതായത് പാമ്പാണോ ഇതൊരു സൂചിയാണോ ഒന്നും ഇവർ അറിയുന്നില്ല. ഇവരെന്താ വിചാരിക്കുക, ഇയാളെ പാമ്പിനെ കൊണ്ട് കൊത്തി, അതുകൊണ്ട് അയാള് പോയി, അപ്പൊ ഇനി എനിക്ക് തട്ടിയതും പാമ്പാണെന്ന് വിചാരിച്ചത്. അങ്ങനെ 9 പേരും സൂചി കൊണ്ട് കുത്തിയപ്പോ 9 പേരും മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ പാമ്പിനെ കൊണ്ട് റിയാലിറ്റിയായി കുത്തിച്ച അതേ വെനം തന്നെയാണ് മറ്റുള്ള 9 പേരുടെ ശരീരത്തിലും ഉൽപ്പാദിപ്പിച്ചത്. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മളെ മൈൻഡിന് അത്രയും വെനം ഉൽപ്പാദിപ്പിക്കാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് സംശയം വേണ്ട, നമുക്കിത് കഴിയോ, നമുക്ക് ഇതിനെ കൊണ്ട് സാധിക്കോ? നോ ഡൗട്ട്, അത് ഒരിക്കലും വേണ്ട. ഇനി നമുക്ക്
ഈ ഗോൾ സെറ്റിങ്സ് എന്ത് ഗോൾ സെറ്റിങ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ദ ഗോൾ ഷുഡ് ബി സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവന്റ്, ടൈം ഓറിയന്റ്. ഈ ഒരു 5 കാര്യത്തിലൂടെ പോകുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചിന്തിക്കണം. അതായത് നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ശരിക്കും നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എന്തിനാ ജീവിക്കുന്നത് എന്ന്. ശരിക്കും എന്താന്ന് പറയുക, നമുക്കൊക്കെ ഒരു പർപ്പസ് ഉണ്ട്. നമുക്ക് പർപ്പസ് വേണം, ഒരു ദൗത്യം ഉണ്ട്. ഇപ്പൊ എന്റെ ദൗത്യം ഇപ്പോ ഇവിടെ എന്താണ്, ഈ സെഷന് എടുക്കുന്ന ദൗത്യം എന്താണ്, ഒരു പർപ്പസ് ഉണ്ടല്ലോ എനിക്ക്. അതായത് എനിക്ക് ഈ സെഷൻ കഴിയുമ്പോൾ ഒരു ജോയ്ഫുൾ ഫീൽ ചെയ്യണം. അതാണ് വേണ്ടത്. അത് നമുക്ക് ഈവൻ എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും നമുക്കൊരു പർപ്പസ് വേണം. ഈവൻ ഒരു പാത്രം കഴുകുകയാണെങ്കിലും, എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും, നമ്മൾ വീട്ടിൽ എന്ത് ജോലി ചെയ്യണം, ഇനി നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിലും ഒക്കെ, നമ്മളെ പ്രൊഫഷണൽ കരിയറിൽ ഒക്കെ നമുക്ക് വേണ്ടതാണ് ഒരു ദൗത്യം. അവിടെ നമ്മൾ ഒരു ജോയ്ഫുൾ ഫില്ല് ചെയ്യണം. നമുക്കതാണ് വേണ്ടത്. എന്നാലും നമുക്കൊരു എൻജോയ് ആയിട്ട് നമ്മളെ ലൈഫ് കൊണ്ടുപോകാൻ കഴിയും. ഞാൻ പറഞ്ഞു പല റോളിലൂടെ നമ്മൾ പോകുന്നത്. ഇപ്പോ ഞാൻ എന്ന പാരന്റ്, ആ റോള് ഞാൻ ചെയ്യുമ്പോ അതായത് ആ ഫീൽ എനിക്ക് എന്താ തോന്നുന്നത് അറിയോ, പീസ്, ഒരു സമാധാനം, അതാണ് എനിക്ക് കിട്ടേണ്ടത്. നമ്മളെ ലൈഫ് പല ഭാഗത്തിലൂടെ പോകുമ്പോഴും ബാലൻസ്ഡ് ആവണം. അതാണ് നമുക്ക് വേണ്ടത്. എന്നാലേ നമുക്കൊരു ഗോൾ സെറ്റിങ്സ് അവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെ ഈ ഗോൾ സെറ്റിങ്സ് നമുക്ക് വർക്ക് ചെയ്യാം? ഇത് കോൺഷ്യസ്ലി വരുന്ന ഒരു കാര്യമല്ല, ഇത് സബ് കോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ്. പകുതി സബ് കോൺഷ്യസ്ലി, പകുതി കോൺഷ്യസ്ലി, അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നുമില്ല, ഒരു ഗോൾ സെറ്റിങ്സ്, ഒരു കാര്യങ്ങളും ഇല്ല എങ്കിലും നമ്മൾ ചിന്തിക്കണം എന്താണെന്നുള്ളത്. നമ്മളെ ഉള്ളിലോട്ട് ഇറങ്ങി ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ റിമൂവിങ് ദ ഇംപ്യൂരിറ്റീസ്, അതായത് നമ്മളെ മനസ്സിലുള്ള ഇംപ്യൂരിറ്റീസുകളൊക്കെ മാറ്റണം. നമ്മൾ തന്നെയാണ് തടസ്സം, അത് മറ്റുള്ളവരാരുമല്ല. നമ്മളെന്താ വിചാരിക്കുന്നറിയോ, നമുക്ക് തടസ്സമായിട്ട് നമ്മളെ ചുറ്റുള്ളവരാണെന്നാണ്. അല്ല, നോ, നമുക്ക് തടസ്സം നമ്മൾ തന്നെയാണ്. നമ്മളെ മൈൻഡിൽ എടുത്തു വെച്ച കുറച്ച് ഇംപ്യൂരിറ്റീസുകളുണ്ട്, അതിൽ നമ്മൾ വർക്ക് ചെയ്യണം. ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ്. ഇതിൽ നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇനി ഈ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെലവന്റ്, ടൈം ഓറിയന്റ്. ആരെങ്കിലും എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ടോ? ഈ 5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആരെങ്കിലും? ഒന്നുകൂടി പറയാമോ? സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, 3 റെലവന്റ്, ടൈം ഓറിയന്റ്. എന്താ പറഞ്ഞ? ടൈം ഓറിയന്റ് ആവണം. ഇനി ഈ 5 കാര്യങ്ങൾ എഴുതിയോ? അതെ. ഇതിലെ ആദ്യത്തെ ലെറ്റേഴ്സിന്റെ അടിയിലൊക്കെ ഒന്ന് വരട്ടെ, അണ്ടർലൈൻ ചെയ്തേ. ചെയ്തോ? മാർക്ക് അതല്ലേ കിട്ടിയത്? യെസ്, അതിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് കിട്ടും. നിങ്ങള് കഫേ കോഫി ഡേയുടെ CEO പ്രവർത്തിക്കുന്ന ആളറിയില്ലേ, മാളവിക ഹെഗ്ഡെ? അവർക്കൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഭർത്താവ് സിദ്ധാർത്ഥ നേത്രാവതി പുഴയിലോട്ട് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. 7200 കോടിയോളം രൂപ കടമുണ്ടായിരുന്നു. 2 കുട്ടികളുമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തപ്പോ.
പക്ഷെ അവര് ഈ CEO സ്ഥാനം ഏറ്റെടുത്ത് എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അങ്ങനെ 3 വർഷം കൊണ്ട് 1500 കോടി രൂപ അവര് കടം വീട്ടി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അവര് ഈ കാര്യത്തിലൂടെ ഒക്കെ പോയി വർക്ക് ചെയ്തിരുന്നു. അതായത് വ്യക്തമായ ഒരു ഗോൾ സെറ്റിങ്സ് ഉണ്ടായിരുന്നു. ഈ സ്മാർട്ട് എന്നുള്ള കാര്യങ്ങള് നമ്മളെ ലൈഫിൽ ഒരു പേപ്പർ എടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മളെ ഹെൽത്തില്, വെൽത്തില്, സ്പിരിച്വല്, റിലേഷൻഷിപ്പില് ഇതിലൊക്കെ മാറ്റം വരുത്താൻ പറ്റും. അതായത് നമ്മൾ എന്നൊരു വ്യക്തി ഉണ്ടല്ലോ, നല്ലൊരു വ്യക്തിയാവാൻ നമുക്ക് സാധിക്കും ഈ കാര്യത്തിലൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. എഴുതി വെക്കുക. അതായത് 1 വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു ഏൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അത് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി ഹെൽത്ത് ഇപ്പോ ഓക്കെ, എന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെയാണ്, പക്ക ഓക്കെയാണ്, ഒരു അസുഖമല്ല, നോ പോരാ. നമ്മൾ എക്സസൈസ് ചെയ്യണം, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇനി വെൽത്തില് ഇങ്ങനെ ആയാൽ പോരാ, എന്തായാലും എനിക്ക് മണി ഏൺ ചെയ്തേ പറ്റൂ. എന്ത് കാര്യം ഉണ്ടായിക്കോട്ടെ, എത്ര നമ്മള് ഉണ്ടെങ്കിലും ഇപ്പോ എനിക്കൊരു 1 കിലോ ആപ്പിള് വേണം, പൈസ കൊടുത്താലല്ലേ കിട്ടൂ. അപ്പൊ അതിൽ നമ്മൾ വർക്ക് ചെയ്യണം. പിന്നെ എല്ലാം ഉണ്ട് സ്പിരിച്വല്. അതായത് ഇപ്പോ ഹെൽത്ത് ഉണ്ട്, വെൽത്ത് ഓക്കെ, റിലേഷൻഷിപ്പ് ഓക്കെ, നല്ലൊരു വ്യക്തിയായി തീർന്നു. പക്ഷെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു ശൂന്യത അനുഭവപ്പെടും. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു എന്തോന്നറിയില്ല. കാരണം നമ്മളൊക്കെ ആത്മാവുള്ള വ്യക്തികളാണ്, സോളുണ്ട് നമുക്കൊക്കെ. അതുകൊണ്ട് എന്തോ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ഈ സ്പിരിച്വലിലും നമ്മൾ മാറ്റം വരുത്തണം. ഇനി ഇതിലൂടെ ഒക്കെ പോകുമ്പോ നമുക്ക് ഇടക്ക് നമ്മൾ മെമ്മറബിൾ ആകണം. അതായത് നമ്മൾ ഇടയ്ക്കിടെ ഇത് ഓർത്തുകൊണ്ടിരിക്കണം. ഇപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, ഞാൻ ആളെ ഇഷ്ടമാണെന്ന് കരുതി അവിടെ ഇരുന്നാ പോരല്ലോ, ഇടക്കിടക്ക് ആളെ ഓർക്കണ്ടേ. ഈ മെത്തേഡാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഉപയോഗിച്ചത്. ഈ 21 വർഷം വീട്ടിലിരുന്നിട്ട് ഒരു ഫ്രണ്ടാണ് എന്നോട് ചോദിച്ചത്, എന്താ റബീബ നിനക്കൊന്ന് പഠിച്ചുകൂടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്താന്നറിയില്ല, ആരെങ്കിലും തോറ്റു പോയാൽ എനിക്കൊരു വിഷമാണ്, അത് ആരെങ്കിലും ഒക്കെ അറിഞ്ഞാല് ഇനിയിപ്പോ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവള് പിന്നെ എന്നോട് പറഞ്ഞു, ഒന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ 21 വർഷത്തിന് ശേഷം തുല്യതയിലോട്ട് ഇറങ്ങി. അങ്ങനെ +1 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞേക്കാൻ എനിക്ക് തോന്നി എന്തായാലും വേണ്ടില്ല, ഒരു ജോലി വേണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ബേസിക് കോഴ്സ് പഠിച്ചു, കമ്പ്യൂട്ടർ. ആ സമയത്ത് ബേസിക് കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സമയത്ത് അവര് CV അയക്കാൻ നിന്നപ്പോ ഞാൻ പറഞ്ഞു, CV അയക്കണ്ട മാഷായിരുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചു, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് +1ന്റെ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ക്ലാസ്സിന് പോയിരുന്നു വിചാരിച്ചാല് ആരും അറിയാതെ പോയിരുന്നത്. അതെന്താ കാരണം എന്നറിയോ? ശരിക്കും ഗോൾ സെറ്റിങ്സ് ഇല്ല, എന്താ ഒരു പർപ്പസ്, ഒന്നുമില്ല, ഒരു കാര്യമില്ല. ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്ക മീൻസ്, അതായത് എന്റെ റിസൾട്ട്, ഞാൻ എക്സാം എഴുതി റിസൾട്ട് അറിഞ്ഞാൽ തോറ്റു പോകുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. തോറ്റു പോയാൽ അവരെ ഒക്കെ എന്താ വിചാരിക്കുക, അവരെന്തെങ്കിലുമൊക്കെ പറയോ, അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ +1ന്റെ റിസൾട്ട് ഒക്കെ വന്നു, മാഷാഅല്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കൊക്കെ കണ്ടു. പിന്നെ +2 ചെയ്ത് ആ സമയത്ത് ഒരു ഗ്യാപ്പ് വന്നപ്പോ ആ സമയത്ത് എന്താ ടാലി പഠിക്കാൻ പോയി, ഞാൻ അക്കൗണ്ടിങ് പഠിക്കാൻ പോയി. അത് സ്റ്റോറി ഉണ്ട് എനിക്ക് പറയാൻ, എനിക്ക് ഇഷ്ടമുള്ള സ്റ്റോറിയാണ്. കാരണം എന്താ വെച്ചാല്, മോന് 10ാം ക്ലാസ്സിലായിരുന്നു ആ സമയത്ത്, മോള് ഇയർലി എക്സാം ആയിരുന്നു. മെയ് 18-ാം തീയതിയാണ് എനിക്ക് +2ന്റെ എക്സാം തുടങ്ങിയത്. മോൾക്ക് എക്സാം തുടങ്ങിയത് മെയ് 20-ാം തീയതി. ഈ ഡേറ്റ് ഞാൻ ഒരിക്കലും മറക്കൂല, കാരണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു നിമിഷങ്ങളിലൂടെയാണ് അത് അന്ന് കടന്നു പോയിരുന്നത്. അത് ഞാൻ തന്നെ ആ സമയത്ത് മക്കളോട് പറഞ്ഞിരുന്നു. മോന്റെ റിസൾട്ട് അറിയുന്നത് മെയ് 17-ാം തീയതി SSLCന്റെ. മോനെ എനിക്ക് മാറ്റം വരാൻ പറ്റുന്നില്ലത് ഞാൻ അറിയുന്നത് നല്ലൊരു പാരന്റിലൂടെയാണ്. പാരന്റിനെ ഞാനൊന്ന് മാറ്റിയെടുത്തപ്പോഴാണ് എനിക്ക് എന്തായാലും എന്നിൽ മാറ്റം വരും, എന്റെ സ്കില്ലൊന്ന് ഡെവലപ്പ് ചെയ്യണം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ സമയത്താണ്. അങ്ങനെ ഞാൻ മോനോട് നല്ല രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ കുട്ടിയുടെ മാർക്കിൽ ചേഞ്ച് വന്നു. അങ്ങനെ പിന്നെ മോന്
എക്സാം എഴുതി ഇരിക്കണ ആ സമയത്താണ് പിന്നെ എനിക്ക് +2 എക്സാം വരുന്നത്, മോൾക്ക് ഡിഗ്രിയുടെ എക്സാം വരുന്നത്. അപ്പൊ മോന് പറഞ്ഞു, ഇനി ഉമ്മച്ചി ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാറുണ്ട്. അങ്ങനെ മോനാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ആ സമയത്തൊക്കെ ആരാണോ സ്റ്റുഡന്റ്, ആ സമയത്ത് ആർക്കാണോ എക്സാം ഉള്ളത് അവര് സ്റ്റുഡന്റ്, ആർക്കാണോ എക്സാം ഇല്ലാത്തത് അവര് ഈ വീട്ടിലെ പാരന്റ്. അങ്ങനെ ആയിട്ടിരുന്നു ലൈഫ് പോയിരുന്നത്. അങ്ങനെ ഞാനും മോളും ഒപ്പാണ് കമ്പയർ സ്റ്റഡി ചെയ്തിരുന്നത്, പഠിച്ചിരുന്നത്. അവള് സിറ്റൗട്ടിൽ, ഞാൻ മുറ്റത്ത്, രണ്ടുപേർക്കും ഉറക്കം പഠിക്കണം. അപ്പൊ എന്റെ സൗണ്ട് ഉയരുമ്പോ അവള് പറയും പതുക്കെ പഠിക്കും വെച്ചിയാറ്. അങ്ങനെ രാത്രിയൊക്കെ ആകുമ്പോൾ അവള് ചോദിക്കും പുറത്തേക്ക് ഉണ്ടോ ചോദിച്ചു. അവ പറയും ഈ പുറത്തുനിന്നോ, ഞാൻ ഉള്ളിലിരുന്നോളാറ്. രാത്രി ഞാൻ കിടക്കും അവളോട് പറഞ്ഞിട്ട്. അപ്പോൾ 2:15 എണീക്കുന്നു പറയും. അപ്പൊ +2 എക്സാമിന്റെ സമയത്താണ്. അപ്പൊ ഞാൻ എണീക്കുമ്പോൾ അവളെ മെസ്സേജ് കാണാം, ഉമ്മച്ചി 3:30 വിളിക്കൊണ്ട് ഇറങ്ങണം. 3:30 വിളിച്ചാൽ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുടിച്ച്, പിന്നെ അവള് ഇടയ്ക്ക് എന്നോട് വന്ന് ചോദിച്ചു ഉമ്മച്ചിന്റെ എവിടെ എത്തി. ഞാൻ അവളോട് ചോദിക്കും മോളത് എവിടെ എത്തി, മോളത് എവിടെ എത്തി ചോദിക്കും. അങ്ങനെ ഞങ്ങൾ എക്സാമിന് പോയിരുന്നത്. അങ്ങനെ ഈ കുട്ടിക്കും വളരെ മാർക്ക് കുറവായിരുന്നു മോന്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ ആദ്യമൊക്കെ ഫസ്റ്റ് ടേമിന് സെക്കൻഡ് ടേമിനൊക്കെ എക്സാമിന് ഞാൻ ഒപ്പിടാൻ വേണ്ടി പോയപ്പോ, പാരന്റ്സ് മീറ്റിങ്ങിന് പോയപ്പോ ഒരു B+ഓ CD അങ്ങനത്തെ ആയിരുന്നു. B ഉണ്ടായിരുന്നു സെക്കൻഡ് ടേമിന് എത്തിയപ്പോ, അങ്ങനെയായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോ 6A+ഉം 4Aയും ആയി. അവിടെ കണ്ടു മാറ്റം. പിന്നെ ഞാൻ എക്സാം എഴുതി, മോള് എക്സാം എഴുതി. ആ സമയത്ത് ഗ്യാപ്പിൽ എനിക്ക് മനസ്സിലായി ബുക്കില്ലാതിനെ കൊണ്ട് നീ മുന്നോട്ട് പോകാൻ കഴിയൂല എന്നുള്ളത്. മക്കളോട് ഞാൻ പറഞ്ഞു ഉമ്മച്ചിക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കാറ്. അങ്ങനെ ഞാൻ ടാലി ചെയ്ത ആ സമയത്ത് എക്സാം ഒക്കെ എഴുതിയിരിക്കണം, ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആ സമയത്താണ് +2ന്റെ റിസൾട്ട് അറിഞ്ഞത്. അൽഹംദുലില്ലാഹ് 74% മാർക്കോടെ ഞാൻ പാസ്സായി. ആ സമയത്ത് അവർ പറഞ്ഞു റബീബ CV അയക്കുക. മോൾക്ക് നല്ല ആഗ്രഹം ഞാൻ ജോലി എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ CV ഒക്കെ അയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു സിസ്റ്റത്തിന്റെ മുമ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഒതുങ്ങി പോകും. അങ്ങനെ ഒതുങ്ങേണ്ട ഒരാളല്ല ഞാൻ. എന്നിൽ സ്കില്ലുണ്ട്, എനിക്കതൊന്ന് ഡെവലപ്പ് ചെയ്യണം. എങ്ങനെയായാലും ഞാനൊരു സിസ്റ്റത്തിന് മുമ്പിൽ ഞാൻ ഇരിക്കൂല, അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ മാഷ്ക്ക് വിളിച്ച് പറഞ്ഞു മാഷെ റിജക്ട് ചെയ്തൊക്കെ കൊടുത്തോടത്തൊക്കെയാണ്. അപ്പൊ എന്താ റബി ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് പഠിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ മോളോടും പറഞ്ഞു കൊടുത്തോടത്തൊക്കെ റിജക്ട് ചെയ്തേക്കാറ്. അങ്ങനെ അതൊക്കെ റിജക്ട് ചെയ്തു. അങ്ങനെ +2ന്റെ റിസൾട്ട് ഒക്കെ അറിഞ്ഞ് ഞാൻ പറയും ഈ 21 വർഷത്തിന് ശേഷം പഠനത്തിലോട്ട് ഇറങ്ങിയിട്ട് എവിടെ കൊണ്ടുപോയി ചേർത്തതും ഞാനാണ്. അത് ഞാൻ എവിടെയും പറയും. സപ്പോർട്ട് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓഫ്ലൈൻ, ഞാൻ എൻ്റെ ഒരു മാമനുണ്ട്, മാമനോട് ചോദിച്ചറിഞ്ഞിരുന്നു. ഞാൻ 21 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ പഠനത്തിലോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ +2 കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മാർക്ക് കണ്ടു, എനിക്ക് പഠിക്കണം എന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു മോൾക്ക് ഏതാ താല്പര്യം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് MSc MCA ആകാനാ താല്പര്യം എന്ന് പറഞ്ഞു. കാരണം BCA എടുക്കാൻ താല്പര്യമുണ്ട് കാരണം അന്ന് സിസ്റ്റത്തിനോട് ഒരു അടുപ്പുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു മോൾ അവിടെ ഒന്നും നിൽക്കൂല, അത്യാവശ്യം സ്കില്ലുണ്ട് മോൾക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം, നീ ഒന്നുകിൽ BSc സൈക്കോളജി എടുക്കുക, അല്ലെങ്കിൽ BS സൈക്കോളജി എടുക്കുക. അതിൽ എനിക്ക് അക്കാഡമിക് ആയിട്ട് പോയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് കാരണം. അങ്ങനെ ഞാൻ BSc സൈക്കോളജിയാണ് ഞാൻ നോക്കിയത്, ഓഫ്ലൈൻ ആയിട്ട് തന്നെ നോക്കിയത്. ഇവിടെ അടുത്ത കോളേജിലൊക്കെ പറഞ്ഞൊക്കെ സെറ്റ് ആവുകയൊക്കെ ചെയ്തു. പക്ഷെ മോന്റെ ബസ് കുറച്ച് വൈകിയേ വരുള്ളൂ, എനിക്ക് നേരത്തെ പോകുമാണ്, അതുകൊണ്ട് നടന്നില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അവസാനം വന്നതാണ് നമ്മുടെ ലിവ് ടു സ്മൈൽ. ഇന്ന് ഞാൻ ഏറ്റവും അഭിമാനത്തോടെ പറയും, ഇവിടുന്ന് തുടങ്ങിയ ഒരു ജേണിയാണ്, ഇവിടുന്ന് തുടങ്ങിയ ഒരു മാറ്റാണ്, ഇവിടുന്ന് തന്ന ഒരു എന്താ പറയാ ഒരു വിസിറ്റാണ് ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ ഇവിടെ എത്തി ജോയിൻ ചെയ്ത് ഇസ്മായിൽ സാറെ കോണ്ടാക്ട് ചെയ്തു, ജോയിൻ ചെയ്തപ്പോൾ സൺഡേ സ്പെഷ്യൽ ഇതേപോലെ നടക്കുന്ന ഈ സമയത്ത് നമുക്ക് വന്നിരുന്നത് ഒക്ടോബറിലാണെന്നറിയില്ല, ഒക്ടോബറിലാന്ന് തോന്നുന്നുണ്ട്, നമുക്ക് വന്നിരുന്നത് മിൻഹ ഫാത്തിമ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ മോന്റെ സ്കൂളിൽ MPTA പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇസ്മായിൽ സാറോട് പറഞ്ഞു മോന്റെ സ്കൂൾക്ക് വരുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്പർ ഒന്ന് തരുമെന്ന് ചോദിച്ചു. നമ്പർ തന്നു മാഷ്. നമ്പർ തന്നപ്പോൾ 1 മണിക്കൂർ നേരെ ഞാൻ ഈ കുട്ടിയോട് സംസാരിച്ചു. എന്റെ ജേണിയാണ് ഞാൻ പറഞ്ഞിരുന്നത്, എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മോളെ ഞാൻ ഒരിക്കലും ഒരു സിസ്റ്റത്തിന് മുമ്പിൽ ഒതുങ്ങൂല, എൻ്റെ അടുത്ത് ഇപ്പൊ ജോബിന് വേണമെന്നുണ്ടെങ്കിൽ 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് താല്പര്യമില്ല, ജോലി ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോം പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ മോള് ട്രെയിനറായി ഇറങ്ങിയ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാനും പഠിച്ചിറങ്ങിയത്. അവള് പിന്നെ കാര്യങ്ങളൊക്കെ വിട്ടുന്നു. അങ്ങനെ തുടങ്ങിയൊരു ജേണിയാണ്. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചത് എനിക്ക് എന്തായാലും ഒരു ട്രെയിനർ ആവണം, ആയേ പറ്റൂ. അവിടുന്ന് ഇറങ്ങിയതാണ് ഞാൻ. ആ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ജോയ്ഫുൾ ആയിട്ടാണ് ഞാൻ
ചെയ്തിരുന്നത്. വളരെ ആസ്വദിച്ചാണ്. ഇന്ന് ഞാൻ പറയും 2 വർഷത്തോളമായി ഞാൻ ഉറങ്ങിയിട്ട് എന്നുള്ളത്. ഞാൻ വളരെ സന്തോഷത്തോടെ, അതിന് ഞാനൊരു സ്ട്രഗിൾ ചെയ്തല്ല ഞാൻ പറയുന്നത്, വളരെ സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം 3 മക്കളെ പറഞ്ഞ് ഇത്രയും ഞാൻ ഇങ്ങനെ ഡീപ്പായിട്ട് ഞാൻ പോണത് ആസ് എ ഹൗസ് വൈഫ്. നമ്മൾ ഈ LTS അധിക പേരും വരുന്നത് ഏതായിക്കോട്ടെ, ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, ഇനി ബിരുദം ആയിക്കോട്ടെ, ബിരുദാനന്തര ബിരുദം ആയിക്കോട്ടെ, എല്ലാം ഉണ്ടല്ലോ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, അവിടുന്ന് മുതൽ അധിക പേരും വരുന്നത് ഹൗസ് വൈഫ്സിൽ നിന്നാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമല്ല. നമ്മളെ സ്കില്ല് അവിടെ നിൽക്കേണ്ടതല്ല. നമ്മൾ ചിന്തിക്കണം, എന്നിലൂടെ മാറ്റം വന്നതാണ്. നിങ്ങൾ ഇരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് ഞാനും ഇരുന്നിരുന്നത്. ഞാനും ഇപ്പോഴും ഇരിക്കുന്നത് അതാണ്. ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ആസ് എ സ്റ്റുഡൻറ് ലിവ് ടു സ്മൈലില് അത് ഇന്നലെ ട്രെയിനറായി വന്നിരിക്കുന്നുണ്ട് എങ്കിൽ ഇവിടൊക്കെ ഞാൻ മാറ്റം വരുത്തിയതാണ്. എന്നിൽ മാറ്റം വേണമെന്ന് വിചാരിച്ച് മാറ്റം വരുത്തിയതാണ്. അങ്ങനെ 3 കുട്ടികളെയും സ്കൂൾക്ക്, കോളേജിലോട്ട് പറഞ്ഞു വിടണം. വീട്ടിലെ കാര്യങ്ങൾ, പിന്നെ ഡിഗ്രിയുടെ കാര്യങ്ങൾ, ഇതിന് പുറമെ ഒരു ഇന്റർനാഷണൽ ട്രെയിനറായി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ 3 സ്റ്റേജിലൂടെ കടന്നു പോവേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റിലെ സ്റ്റേജാണ് ഗൈഡഡ് കോഡ് ട്രെയിനിങ് പ്രോഗ്രാം. അത് ഓഫ്ലൈനായിട്ട് വരിക. ലേ മെറിഡിയനിലായിരുന്നു 15 ഡേയ്സ്. ഇതിനു മുമ്പ് നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു. ബിരുദല്ലേ, ഡിഗ്രി അല്ലേ, അസൈൻമെന്റ് എന്തായാലും സബ്മിറ്റ് ചെയ്യണമല്ലോ. ഈ സമയത്ത് ഞാൻ എന്താ ചെയ്തിരുന്നത് എന്നറിയോ? 3:40 എണീക്കും. കാരണം എന്റെ മുമ്പിൽ സമയമില്ല. എന്തായാലും പകല് ഇത് ചെയ്ത് തീർക്കാനുള്ള സമയം എന്തായാലും നമ്മൾ എങ്ങനെ നോക്കിയാലും ഇല്ല. ഇതാണ് നമ്മൾ ഒരു ഗോൾ സെറ്റിങ്സ് നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ദിവസം നമുക്ക് എന്തായാലും റെസ്റ്റ് വേണം. അത് നമുക്ക് നമ്മളെ ശരീരത്തിന് കൂടിയേ തീരും, ഉറങ്ങണം. പക്ഷെ ഒരു കാര്യത്തിലോട്ട് നമ്മളെ അലാം അടിക്കാതെ നമ്മൾ എഴുന്നേൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത്രയും തീവ്രമായ ഒരു കാര്യം നമ്മളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതായത് നേടിയെടുക്കാൻ പറ്റും. മെഷറബിൾ ആയിരിക്കണം, ടൈം ഓറിയന്റഡ് ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം. നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് വേണം. അതാണ് നമുക്ക് വേണ്ടത്. എനിക്ക് ഉണ്ടായിരുന്നു എന്തായാലും ഇത് എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ 3:40 എണീക്കും. അലാറം ഒന്നും വേണ്ടിയിരുന്നില്ല. കാരണം നമുക്ക് എന്തായാലും ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ ക്ഷീണം പറ്റൂല. പക്ഷെ തീവ്രമായിട്ട് നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ, ഒരു ഗോൾ സെറ്റിങ്സ് ഉണ്ടെങ്കിൽ, നമ്മൾ അവിടെ ക്ഷീണം അറിയില്ല, വിശപ്പ് അറിയില്ല. കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല ആ സമയത്ത്. വേറൊരു കാര്യമുണ്ട്, നമ്മൾ പേടി അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അടുത്ത് ഒരു ശ്മശാനാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു അസൈൻമെന്റ് ഒക്കെ എഴുതി കൊണ്ടിരിക്കണ ഈ സമയത്ത് പറഞ്ഞിരുന്നു, ആരോ ഇതിലെ പോയപ്പോ അവരെ ബൈക്കിലെ ലൈറ്റ് ഒന്ന് കെട്ടുത്രേ. അതായത് 4 മണിക്കൊക്കെ പോകുമ്പോ നമ്മുടെ തൊട്ടടുത്താണ്. ചുറ്റുഭാഗത്തൊക്കെ പറഞ്ഞു എന്തൊരു പ്രേതത്തിന്റെ ആണെന്ന് പറഞ്ഞു. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ ചെവിയിൽ എത്തുന്നത്. അപ്പോഴത്തേന് ചുറ്റുഭാഗത്തൊക്കെ അറിഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്ത് നിങ്ങൾ പറയുന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഈ മക്കളും അവിടെ അങ്ങനെ കിടക്കുമ്പോ ഞങ്ങളത് പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ടല്ലോ ചോദിച്ചു. പക്ഷെ ഞാൻ എണീറ്റു, അസൈൻമെന്റ് ചെയ്താണ്. 3:40 എന്നെ എണീറ്റു. അടുക്കളയിൽ കിച്ചണിലൊക്കെ പോവും. വെള്ളം വേണോ, ചായ വേണോ, അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് എന്തെന്നറിയില്ല, പേടി അറിയിട്ടില്ല. കാരണം എന്താ പറയുക, നമുക്ക് ഒരു പർപ്പസിലൂടെ നമ്മൾ പോകുന്നുണ്ട്. ഒരു ഗോൾ സെറ്റിങ്സിലൂടെ നമുക്ക് അത് നേടിയെടുക്കണം എന്നുള്ള ഒരു ഗോൾ സെറ്റിങ്സിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പേടിയറിയില്ല. അവിടെ ഒരിക്കലും നമ്മൾ ഒന്നും നമ്മുടെ ചുറ്റുള്ളതൊന്നും നമ്മളെ ബാധിക്കൂല. അത് നമ്മൾ ഇടക്കിടക്ക് ഇനിയിപ്പോ എന്തോ ആയിക്കോട്ടെ, എന്ത് തിരക്കായിക്കോട്ടെ, നമ്മൾ അതിങ്ങനെ മെമ്മറബിൾ ആകും. നമ്മൾ ആലോചിക്കും എന്താണ് ഇതോട് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് കിട്ടും, ശരിക്കൊരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ നടന്ന ഈ സമയത്ത് നോമ്പിന്റെ 2 ദിവസം മുമ്പാണ് ഞാൻ അസൈൻമെന്റ് കൊണ്ടുപോയി കൊടുത്തത്. കോളേജില് ആലുവ എടത്തല അവിടെ കൊണ്ടുപോയി കൊടുത്തത്. അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു ജോയ്ഫുൾ ഉണ്ടായത്, ഒരു ഫുൾഫില്ല്. അതായത് ആ ക്യാമ്പസിന്, ആ കോളേജിൽ നിന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഒരു ചിരി ചിരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഞാനത് ഷെയർ ചെയ്തതാണ്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും അതാണ് നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. അതാണ് പർപ്പസ്. ദാറ്റ് മീൻ പർപ്പസ്. അതിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കാര്യം വെച്ച് ഈ ഗോൾ സെറ്റിങ്സിലോട്ട് ഇറങ്ങിച്ചെന്നേ നമുക്ക് കിട്ടും. എന്ത് കാര്യം കൂടെ നമുക്ക് അവിടെ ക്ഷീണം അറിയില്ല. നമ്മൾ ഇടക്കിടക്ക് ആലോചിക്കും, ഇനി ഇതിന്റെ കൂടെ വരുന്നതാണ് നമ്മൾ ചിന്തിക്കും,
തോൽവികളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. നമ്മളൊക്കെ ഹ്യൂമൺ ബീയിങ് ആണ്, നമുക്കൊക്കെ വരും തോൽവികൾ. നടത്തിയപ്പോ ആദ്യം ഒന്ന് പരാജയപ്പെട്ടല്ലോ. ആ സമയത്ത് ഇതിന്റെ ലീഡർ ആയിരുന്ന ആള്, അതായത് APJ അബ്ദുൽ കലാം സാറ് മീറ്റിംഗ് വിളിച്ച് പ്രസ് ക്ലബിൽ മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്നപ്പോൾ APJ അബ്ദുൽ കലാം സാറിനോട് പറഞ്ഞു, നിങ്ങൾ പോണ്ട, ഞാൻ പോയിക്കോളാറിന്. അന്ന് ഈ ടീമിനെ നയിച്ചിരുന്ന ലീഡർ ഉണ്ടായിരുന്നു. ആ ലീഡർ പറഞ്ഞു, മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു, എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് റോക്കറ്റ് വിക്ഷേപണം നടന്നു, സക്സീഡായി. ആ സമയത്ത് APJ അബ്ദുൽ കലാം സാറിനോട് ഈ ലീഡർ എന്താ പറഞ്ഞത് എന്നറിയോ? ഇതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്, നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വാർത്തകൾക്ക്, മീഡിയക്കാർക്ക് അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് വേണ്ടത്. അതായത് തോൽവികളെ നമ്മൾ സ്വീകരിക്കണം, അക്സെപ്റ്റ് ചെയ്യണം. MS ധോണി കണ്ടിട്ടില്ലേ ക്രിക്കറ്റില്? ആള് കളിയില് തോൽവി സംഭവിച്ചോ, എളുപ്പം ആള് പ്രസ് ക്ലബിന് അവിടേക്ക് വരും, മീഡിയക്കാരോട് എളുപ്പം അറ്റൻഡ് ചെയ്യാൻ വരും. ആള് പറയും, ഇതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയും. നേരെ തിരിച്ച് ടീം ജയിച്ചു, ആളവിടെ കാണൂല. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്താൽ കിട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ തോട്ടിൽ വേണം. ഇനി വേറെ ഒരു കാര്യമുണ്ടേ, അതായത് നമുക്ക് നമ്മൾ എന്ത് കാര്യം റിയാലിറ്റി ആയിരിക്കണം, റെഡി ആയിരിക്കണം. അതായത് ഇപ്പോ 6 മാസം കൊണ്ടൊരു വീട്, 1 വർഷം കൊണ്ടൊരു വീട്, അതെങ്ങനെയായാലും അതിന്റെ കാര്യങ്ങളിലൂടെ പോയാലുള്ളല്ലോ വീടാവും, അല്ലാതെ പെട്ടെന്ന് ആവണതല്ലല്ലോ. അത് ആ റിയാലിറ്റി ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും സ്വീകരിക്കണം. അത് 1 വർഷത്തേക്ക് ചെയ്യേണ്ട ഗോളും 5 വർഷത്തേക്ക് ചെയ്യേണ്ട ഗോളും, ഇതിൽ നമുക്ക് എന്തെല്ലാം നമുക്ക് മാറ്റം വരുത്താൻ പറ്റും, ഇവിടെ സ്ട്രാറ്റജി നമുക്ക് എന്തിലെല്ലാം മാറ്റം വരുത്താൻ പറ്റും, ഇതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരും ആയിക്കോട്ടെ, ഏത് വ്യക്തിയും ആയിക്കോട്ടെ, നമ്മൾ ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മളെ ചുറ്റുമുള്ളവരല്ല വിചാരിക്കേണ്ടത്, നമ്മളാണ് വിചാരിക്കേണ്ടത്. നമുക്ക് മാറ്റം വേണം. നമ്മളെ ലൈഫ് ഇങ്ങനെ ആയാ പോരാ. പക്ഷെ നമുക്കത് അറിയുന്നതാണ്. നമ്മളെ ഉള്ളിൽ നമ്മളെ സെൽഫ് പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ആയാ പോരാ, മാറ്റം വരണം. അതുകൊണ്ടാണല്ലോ വരുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ചിന്തകളുണ്ടല്ലോ, നമ്മളെ ചിന്തകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതായത് നമ്മളെ ലൈഫിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴ്ത്താം. എങ്ങനെ, അത് ആരും ചോദിക്കാൻ വരില്ല, എങ്ങനെ വേണമെങ്കിലും തോന്നാം. അതായത് there is the focus was that was the energy flows. എവിടേക്കാണോ നമ്മളെ ഫോക്കസ് പോകുന്നത്, അവിടേക്കാണ് നമ്മളെ എനർജി ഒഴുകുന്നത്. അതുകൊണ്ട് ഇപ്പോ ഞാൻ ചിന്തിക്കുകയാണ്, ഈ 21 വർഷം വെറുതെ പോയി. എന്താ ഇനി കാട്ടാ, 21 വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ എവിടെയൊക്കെ എത്താ. ഇപ്പൊ ഈ 1 വർഷത്തിന്റെ 2 വർഷത്തിന്റെ ഉള്ളിലാണ് ഇത്രയൊക്കെ മാറ്റം വന്നത്. എന്റെ 21 വർഷം പോയത് തന്നെ, 21 വർഷം വെറുതെ പോയി. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്തുണ്ടാവുക? എവിടെയും ഞാൻ എത്തൂല. അതല്ലേ നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കണം, അതിന് നമ്മളൊരു പാഠം പഠിച്ചിട്ടുണ്ട് ലൈഫില്. അത് നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് അക്കാഡമിക് ആയിട്ട് അവര് നമ്മളെ കൊണ്ട് കഴിയൂല, പക്ഷെ നമ്മൾ അതിന് ശരിക്കൊരു സ്കൂളിലൊക്കെ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട്. പക്ഷെ ലൈഫ് എന്ന ജേർണിയില് നമുക്ക് നല്ല പാഠങ്ങൾ പകർന്നു കൊടുക്കാൻ നമ്മളെ മക്കൾക്ക് കഴിയൂലേ? അപ്പൊ നമുക്കത് കിട്ടിയ വലിയൊരു കാര്യല്ലേ. നമ്മളെ ലൈഫില് നമ്മൾ ഒരുപാട് അനുഭവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് അതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആവുക, ഗ്രേറ്റ്ഫുൾ ആവുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശേഷം ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടേക്ക് ആക്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പ്രവർത്തിക്കുക. ഏജ് എത്രയോ ആയിക്കോട്ടെ, എവിടെ ചെല്ലുമ്പോൾ ഏത് സെഷൻ എടുക്കണം, ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ. ഞാൻ എൻ്റെ വയസ്സ് പറയും, 40നോട് അടുത്തിരിക്കുന്നതാണ്, 39ാമത്തെ വയസ്സിലാണ് ഇതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തു തീർത്തിട്ടുള്ളത്. ഈ സമയത്താണ് ഞാൻ ഇങ്ങനെ ആയി വന്നിട്ടുള്ളത്. ഇനി എന്നോട് ചോദിക്കണം, അത് എന്റെ ദൗത്യ പർപ്പസ് എന്തെന്ന് വിചാരിച്ചാല്, ഗോൾ സെറ്റിംഗ്സ് ഒക്കെ എന്താന്ന് വിചാരിച്ചാല് ഡിഗ്രി മുഴുവനാക്കണം എന്നിരുന്നു. എന്റെ അമ്മ ചോദിച്ചിരുന്നു, ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ കുട്ടികൾക്ക് ഡിഗ്രി കൂടി കഴിയുമ്പോഴത്തേന് എത്ര വയസ്സാവുന്നില്ല. ഞാൻ അമ്മനോട് പറഞ്ഞിരുന്നു, അതിന്റെ പാട്ടിന് പോയിക്കൂടെ, അത് വെറും നമ്പർ അല്ലേ, ഞാൻ എന്തായാലും അതിന് പിന്നാലെ പോകുന്നില്ല എന്നുള്ളത്. ഇപ്പൊ എന്റെ മനസ്സിൽ ഞാൻ എന്താണ് ചോദിച്ചാല്, എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് PG എടുക്കണം.
PG ഞാൻ അവിടെ നിൽക്കൂല. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് എന്തായാലും MSc സൈക്കോളജി MA സൈക്കോളജിയിലോട്ട് പോകണമെന്നായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിൽക്കൂല. എൻ്റെ മനസ്സിൽ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഈ ജേണിയിലൂടെ പോയപ്പോൾ അതായത് ട്രെയിനറിലൂടെയും ഈ ഡിഗ്രി എന്ന അക്കാഡമിക്കിലൂടെയും ഞാൻ പോയപ്പോൾ എൻ്റെ മനസ്സിലൊരു വൈ ഫാക്ടർ കിടക്കുന്നുണ്ട്. അതായത് മൈൻഡിൻ്റെ ഒരു തലത്തിൽ എന്തുകൊണ്ട് ഇവിടെ ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളത്. ഇത് 2 റിസർച്ചറോട് ഞാൻ പറഞ്ഞതാണ്. ഇത് എന്തുകൊണ്ടാണ്. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ റിസർച്ച് ചെയ്യണ്ട, നിങ്ങൾ അന്വേഷിക്കണ്ട, കാരണം അത് അന്വേഷിക്കേണ്ട വ്യക്തി ഞാൻ തന്നെയാണെന്നാണ്. അതുകൊണ്ട് എനിക്ക് PhD എടുക്കണം, അത് എന്തോ ആയിക്കോട്ടെ. അതായത് ഇവിടെ എൻ്റെ വയസ്സ്, എൻ്റെ ഏജ് അവിടെ ഒരു തടസ്സാണ് എന്ന് ഞാൻ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്താ ഞാൻ കൊടുക്കണേന്നറിയോ? ജെസിക്ക കോക്സ്, 2 കയ്യുമില്ലാത്ത ജെസിക്ക കോക്സ് പൈലറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും ഏജ് കടന്നു പോകുമ്പോൾ PG 2 വർഷം ഡിഗ്രി ഈ വർഷം അടുത്ത വർഷം കഴിഞ്ഞിട്ട് പിന്നെ PG 2 വർഷം കഴിഞ്ഞിട്ട് PhDയിലൂടെ റിസർച്ചിലൂടെ ഞാൻ പോകുമ്പോൾ എൻ്റെ ഏജ് അവിടെ തടസ്സമാണ്, എന്തെങ്കിലുമൊക്കെ നിയമം കൊണ്ട് തടസ്സമാണെങ്കിൽ നിയമം പോലും എനിക്ക് വേണ്ടി അവിടെ മാറ്റി എഴുതപ്പെടും തീർച്ച. കാരണം ഞാൻ അത്രക്ക് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വിഭാഗത്തിൽ എനിക്ക് തന്നെ റിസർച്ച് ചെയ്യണം എന്നുള്ളത്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് ഈ അക്കാദമിയിലൂടെ പഠിച്ചു പോകുമ്പോ നമുക്ക് കിട്ടണം ഒരു ഫാക്ടർ, നമ്മളെ മൈൻഡിലൂടെ കടന്നു പോകണം. നമുക്ക് എല്ലാവരുമായി കമ്പാരിസൺ നടത്തരുത്. എൻ്റെ ലൈഫ് ഞാനും ഇനി ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ, ഞാനോ നിങ്ങൾ വളർന്ന സാഹചര്യം വേറെയാണ്, നിങ്ങൾക്ക് കിട്ടിയ വിസ്ഡം വേറെയാണ്, അതിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് വേറെയാണ്. ഇനി നമുക്ക് കിട്ടിയ വിസ്ഡത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആ വിസ്ഡത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയില്ലേ, ലവ് എക്സ്പ്രസ് ചെയ്യാത്ത ഒരു ശാപാണ് എന്നുള്ളത്, അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയ വിസ്ഡത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ശാപാണ്. പക്ഷെ നമുക്ക് വിസ്ഡം കിട്ടുന്നുണ്ട് എവിടുന്ന്. ഇപ്പൊ 4 ശ്ലോകാസിൽ പറയുന്നില്ലേ, 4 തരത്തില് നമുക്ക് അറിവ് നമുക്ക് കിട്ടുന്നുണ്ട്. ആചാര്യപാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയാ പാദം ബ്രഹ്മചാരിഭ്യ പാദം കാല ക്രമേണ ച. ആദ്യം നമുക്ക് അറിവ് കിട്ടുന്നത് ഗുരുവിൽ നിന്ന്, പിന്നെ സ്വമേധയ സ്വയത്തിൽ നിന്ന്, പിന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മളെ കുടുംബങ്ങളിൽ നിന്ന്, പിന്നെ കാലം നമ്മൾ പഠിപ്പിക്കും. കാലക്രമേണ കാലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എവിടുന്ന് കിട്ടിയാലും എന്താണെന്നറിയോ, ടേക്ക് ആക്ഷൻ. നമ്മൾ ആക്ഷൻ എടുത്തേ പറ്റൂ, നമ്മൾ അതിൽ വർക്ക് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെ ലൈഫ് ഒരിക്കലും നമ്മൾ താഴ്ത്തി കൊണ്ടുവരരുത്. അതായത് നമ്മളെ ഒരുപാട് എനിക്കിതില്ല അങ്ങനെ അതിലൂടെ നമ്മൾ ഫോക്കസ് കൊടുക്കരുത്. നമ്മളെ അവിടേക്ക് നമ്മൾ ഫോക്കസ് കൊടുത്ത് നമ്മുടെ എനർജി ഒഴുകുന്നത് അതിലൂടെയാകും. അതുകൊണ്ട് നമ്മൾ പ്രയറിൽ പോലെ എന്താ പറയുന്നത്, നല്ല കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. പ്രതീക്ഷ വെച്ച് പ്രാർത്ഥിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്യണം, അതാണ് വേണ്ടത്. എനിക്ക് അതിലൂടെയൊക്കെ ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങളോട് ഇത്രയും വന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഇത്രയും ഈ ജേണിയിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ മാറ്റം ഉണ്ടായത് കൊണ്ടാണ് ഈ സ്ഥാനത്ത് ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന ലീവ് ടു സ്മൈലിനോട് എന്തെന്നില്ലാത്ത ഒരു കടപ്പാട് തന്നെയുണ്ട്. ഈ ലീവ് ടു സ്മൈൽ എന്ന് പറയാം, LTS എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കുടുംബം തന്നെയാണെന്ന് പറയാം. കാരണം ഇതിൽ എൻ്റെ ബ്രദറിൻ്റെ ഒരു വൈഫ് ടീച്ചറാണ്, +2 ഡിഗ്രിയിലൊക്കെ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നൈനി മിസ്. പിന്നെ ഒരാള് PGയിലോട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കൾ, എൻ്റെ മാമൻ്റെ മോള്, ഇങ്ങനെ പലരും ഇതില് എൻ്റെ +2 പഠിച്ച 2 സുഹൃത്തുക്കൾ, നാഷറിൻ നൈലൂഫർ, അവരൊക്കെ ഉണ്ട്. അപ്പോ ഞാൻ പറയും, ഇത് LTS എന്ന് പറഞ്ഞത് എൻ്റെ കൂടെ ഒരു കുടുംബാണെന്ന് ഞാൻ പറയും. ഒരുപാട് പേരടങ്ങുന്നതാണ് ഈ ഒരു കുടുംബം. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് എത്തിച്ച എൻ്റെ ബാച്ച്, അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല. ഈ ഒരു നിമിഷത്തിൽ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തീരൂല. അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എടുത്ത് ഞാനിവിടെ എത്തിപ്പെടാൻ, ഈ നിമിഷത്തിൽ ഇവിടെ എത്തിപ്പെടാൻ കാരണം ഞാൻ ആനഷ മാമിനോട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ശേഷം അവിടെ അത് സ്റ്റോപ്പ്
സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ലിയക്ക് ഞാനൊരു ഫോട്ടോ സെൻഡ് ചെയ്ത ഒരൊറ്റ കാരണമാണ് പിന്നെ ഇവിടെ എത്താൻ കാരണം. അവളത് ഗ്രൂപ്പിലോട്ട് സെൻഡ് ചെയ്തു. അങ്ങനെ അവര് പറഞ്ഞു എന്തായാലും റബീബ ഒരു പ്രാവശ്യം എന്തായാലും ഗസ്റ്റ് ആയിട്ട് വരണം, സെഷൻ എടുക്കണം എന്നുള്ളത്. അവിടുന്ന് അങ്ങനെയാണ് ഈ സെഷനിലോട്ട് ഞാൻ എത്തിപ്പെട്ടത്. അവിടെ എൻ്റെ ഓരോ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ നന്ദി ഇരിക്കണം. അതുപോലെ എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ ഒരു മെൻറ്ററായിട്ട്, ഒരു ഗൈഡായിട്ട്, ഒരു ടീച്ചറായിട്ട് അനശ്വരമാണ്. അത് പറയാതിരിക്കാൻ കഴിയൂല. സപ്പോർട്ടീവായിട്ട് നിന്ന് അതുപോലെ തന്നെ ഇർഫാൻ സാറ്, പിന്നെ ഈ ഇസ്മായിൽ സാറിന് എന്തിനു ഞാൻ ഫസ്റ്റ് ഞാൻ കോണ്ടാക്ട് ചെയ്ത് തന്നെ ഇസ്മായിൽ സാറാണ്. ഇസ്മായിൽ സാറ് എല്ലാ എടുത്ത് പറയേണ്ടതാ. ഇസ്മായിൽ സാറ് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കത് ഭയങ്കര സങ്കടമാവും. കാരണം ഇതുവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇർഫാൻ സാറിന് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും ഞാൻ ഇർഫാൻ സാറിനോട് കോണ്ടാക്ട് ചെയ്ത് ഞാൻ അറിയിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ള നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് പറയാതിരിക്കാൻ കഴിയൂല. പിന്നെ ഷെറിൻ സാർ ആയിക്കോട്ടെ, നൈമ മിസ് ആയിക്കോട്ടെ, പിന്നെ മാം ആരിക്കോട്ടെ, ഞാൻ ആരും വിട്ടു നീ പേര് പറയാത്തല്ല എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം ഞങ്ങൾക്ക് 8 സബ്ജക്ട് എടുത്ത എല്ലാ മിസ് ഒന്നിനൊന്നും വെച്ചാണ്. നൈമ മിസ് ആയിക്കോട്ടെ, എന്ത് ലൈഫ് ജേണിയിലൂടെ പോയ കഥകളൊക്കെ പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് എടുക്കുമ്പോൾ ആ ലെറ്ററൊക്കെ ഞാൻ എഴുതാൻ കാരണം തന്നെ ആ ഒരു റെക്കോർഡിംഗ് ക്ലാസ് ഞാൻ കേട്ടപ്പോ അതിലൂടെ പോയതാണ്. പിന്നെ സൈഫുന്നിസ മാമിന്റെ റെക്കോർഡ് ക്ലാസ് ഒക്കെ അങ്ങനെ കേട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ടീവായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് എന്നെ സഹായിച്ച ഒരുപാട് ടീം അംഗങ്ങളുണ്ട്. ഇപ്പോ എന്താണ് എന്ന് ചോദിക്കുമ്പോ എന്നോട് അതിന് ചോദിക്കുമ്പോ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് കാണാൻ ഞാൻ പറയും, ബി എ ഹാൻഡ് ടു ഹോൾഡ്, പാം ടു ഹീൽ, flame to frame, the world to throw wisdom by imprinting myself for success hereafter. എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഇതിൽ ചോദിക്കുന്നുണ്ട്, 88 48 310 988. ഇനി എൻ്റെ ബാച്ചിനോട് കോണ്ടാക്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ആരെങ്കിലും എന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സോറി പറയാണ്. എല്ലാവരോടും ഞാൻ എൻ്റെ താങ്ക്ഫുൾ അറിയിക്കാണ്. ഓവർ ടു ദ നെക്സ്റ്റ് പ്ലീസ്. താങ്ക് യു വെരി മച്ച്. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. മാമിന്റെ ക്ലാസ് നല്ലൊരു പ്രചോദനം തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഹൗസ് വൈഫാണ്. എന്റെ സ്റ്റഡീസ് ഞാൻ 6 ഇയർ മുമ്പ് ഡ്രോപ്പ് ഔട്ട് ചെയ്തതായിരുന്നു ഞാൻ ബിടെക്. അന്ന് പിന്നെ വിചാരിച്ചിട്ടില്ല ഞാൻ ഇനി പഠിക്കാൻ കയറുന്നു. പക്ഷെ ഇപ്പോൾ കയറിയപ്പോൾ ഞാൻ അത് ജോലിക്ക് വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒരു ടൈം പാസിന് പഠിക്കുക എന്നുള്ള നിലക്കാണ് നിൽക്കുന്നുണ്ടായത്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുക ഇതുകൊണ്ട് ചിലപ്പോൾ ഭാവിയിൽ എനിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കൂടുതൽ എന്തെങ്കിലും പഠിച്ചൊരു നല്ലൊരു നിലയിലെത്താൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഇന്ന് ഈ ക്ലാസ്സോട് കൂടി വന്നു. താങ്ക് യു സോ മച്ച് മാം. വേർഡ്സിൽ പറഞ്ഞാൽ മതിയാവില്ല, പക്ഷെ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മളെ സ്കില്ല് നമുക്ക് ഇനിയും ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റും. പിന്നെ പറയാനുള്ളത്, നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മളെ സൊസൈറ്റിയിലും ഒതുങ്ങരുത്. അതായത് നമ്മളെ കുടുംബത്തിൽ ഒതുങ്ങരുത്. ഇത് നമ്മള് ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൂടി ആവണം. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് അതായത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ ഈ ലോകത്തുനിന്ന് മരിക്കുള്ളൂ. ഞാൻ പറയും ഇൻഷാ അല്ലാ. പടച്ചവൻ എത്ര ആയുസ് ആരോഗ്യം വെച്ചിട്ടുള്ളതെന്ന് അറിയില്ല, പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ഞാൻ എന്തെങ്കിലും അടയാളപ്പെടുത്തിയിട്ട് ഞാൻ പോവുള്ളൂ. ഞാനത് പറയും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാ. മാം സംസാരിക്കുമ്പോൾ തന്നെ മാമിന്റെ ഒരു സന്തോഷം കണ്ടില്ല പഠിച്ചല്ലേ. ഞാനൊരു ഹൗസ് വൈഫാണ്. ഏതായാലും ഈ സംസാരം കേൾക്കാൻ തന്നെ ഭയങ്കര രസമുണ്ട്, ഭയങ്കര മോട്ടിവേറ്റീവ് ആണ്. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു ജോലി മാത്രമല്ലല്ലോ, നമുക്ക് എവിടെ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിലും ഇന്നത്തെ കാലത്ത് ഈവൻ നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കുറേ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും എനർജിയും കൂടാണ് അല്ലേ. കാരണം ഇങ്ങനെ കേൾക്കുന്നവരടുത്തു നിന്നാണല്ലോ ഓരോ പോയിന്റും നമ്മൾ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏതായാലും താങ്ക്സ് ലോട്ട്. ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടാ. താങ്ക് യു മാം. അടിപൊളി ക്ലാസ് ആയിരുന്നു. മാമിന്റെ ഞാനും തുല്യത പഠിച്ചു കണ്ട് കയറിയതാ ഡിഗ്രിക്ക്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ മാമിന്റെ വാക്കുകൾ കേട്ടപ്പോ ഭയങ്കര പ്രചോദനം
താങ്ക് യു മാം. താങ്ക് യു. ഞാൻ പറയും, എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിരുന്നു, ഈ സെഷന് ഗോൾ സെറ്റിംഗ്സ് ആണ് നെയിം. അത് ഞാൻ നന്നായി പെർഫോം ചെയ്യും. സെഷന് ഞാൻ എന്തായാലും നന്നായി എടുക്കും. പക്ഷെ ഈ സെഷന് ഞാനൊരു പേരിടുന്നുണ്ട്, അതായത് അതിരുകളില്ലാത്ത സന്തോഷം എന്ന്. കാരണം ഇതിന്റെ ഒരു ഗോൾ സെറ്റിംഗ്സ് ആയിരുന്നു, അതാണ് നടന്നത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, വല്ലാത്തൊരു പ്രൗഡ് ഓഫ് മൊമെന്റ് ആണ്. കാരണം പഠിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ ഒരു ട്രെയിനറായി വന്ന് നിങ്ങളോടൊക്കെ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി സംസാരിക്കുക എന്നുള്ളത് ഭയങ്കര, ഞാൻ പറയും, എന്റെ ലൈഫിൽ ഞാനത് കുറിച്ച് വെച്ചിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയും. റബീബ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പറയാം. ഹലോ, നിങ്ങൾ നല്ല രീതിയിലെല്ലാം പ്രസന്റ് ചെയ്തു. ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ, നമ്മള് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ഷോർട്ട് ഫോം പറഞ്ഞല്ലോ, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് എല്ലാവർക്കും കൊടുത്താൽ നന്നായിരിക്കും. ആ വേർഡിന്റെ എങ്ങനെയാണ് ആ ഗോൾ അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ കാര്യത്തിൽ ആ ഒരു വേർഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യത്തിൽ ഒന്ന് പറയാമോ? അതായത് സ്പെസിഫിക്, അതായത് ഈ സെഷനില് ഇപ്പൊ നിങ്ങൾ ഇരുന്ന ഈ ടൈം ഉണ്ടല്ലോ, മെഡിറ്റേഷനിലായിരുന്നു ഇരുന്നത്. അതായത് പുറത്തുള്ള എന്ത് ഡിസ്ട്രാക്ഷൻസും ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ സ്പെസിഫിക് ആയി പോകുമ്പോൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ഇത്ര ഡീപ്പായിട്ട് ചോദിച്ചാൽ നിങ്ങളൊരു മെഡിറ്റേഷനിലായിരുന്നു. അത്രയും സവിശേഷമായി മെഡിറ്റേഷനിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടതാണ് മെഷറബിൾ, അളക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് സർ. അതായത് ഇപ്പൊ 1 ഇയർ, ഇപ്പൊ 6 മാസം കൊണ്ട് ഒരു വീട് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകണം, അതൊരിക്കലും അല്ലല്ലോ. പിന്നെ എന്താ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പറയാം, ചിലർ പറയും എനിക്ക് അമേരിക്കയിലൂടെ ഇനി വരാൻ പോകുന്ന എന്തോ ഒന്നുണ്ട്, അതിലൂടെയാണ് എന്റെ ഗോൾ സെറ്റിംഗ്സ്. അങ്ങനെ ഒരിക്കലും അല്ല. നമുക്ക് അളന്നെടുക്കാൻ നമുക്ക് പറ്റണം. അതായത് നമ്മളെ സ്കില്ലില്, നമ്മളെ എല്ലാറ്റിലും, എന്തായിക്കോട്ടെ, നമ്മളെ എല്ലാത്തിലും ഒതുങ്ങി പോകുന്ന, നമുക്ക് ചെയ്യാൻ വളരെ റെലവെന്റ് ആയിരിക്കണം, വളരെ ഉചിതമായ കാര്യങ്ങളിലൂടെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. പിന്നെ ടൈം ഓറിയന്റ്. ഇനി എപ്പോഴോ അത് ചെയ്ത് തീർക്കണം, എന്തിനോ വേണ്ടി എപ്പോഴോ വേണ്ടി, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിക്ക് പക്ക കറക്റ്റായി ടൈം ഓറിയന്റഡ് ആയിരിക്കണം. അതായത് 5 വർഷത്തെ ഗോൾ അവിടെ വെച്ചാൽ ലോങ് ടേം ഗോള്, 1 വർഷത്തെ ഗോള് ഷോർട്ട് ടേം ഗോള്. ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു വർഷം സാറിന് റിലേഷൻഷിപ്പിൽ ഇപ്പൊ മാറ്റം വരുത്താം, മക്കളിലൂടെ എന്തൊക്കെ മാറ്റം ചേഞ്ച് കൊണ്ടുവരാം, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഹെൽത്തിലൂടെ എന്തൊക്കെ അതൊക്കെ നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഈ ഏൺ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു നല്ലൊരു വ്യക്തിയായി തീരാന് ഇതൊക്കെ നമുക്ക് ഒരു ഷോർട്ട് ടേം ഗോളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സർ. താങ്ക് യു സർ. എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ആയി കഴിഞ്ഞോ? സ്ഥലം എവിടെയാ മാം? സ്ഥലം പാലക്കാട് ജില്ലയിൽ എടത്തനാട്ടുകരയിലാണ്. ഓക്കെ. ഓക്കെ, എല്ലാവരും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തോ? വോട്ടർ താങ്ക്സിലേക്ക് കിടക്കാവോ? ഓക്കെ, താങ്ക് യു. ഹേ, ഗുഡ് ഈവനിങ്. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഗോൾ സെറ്റിംഗ് എന്ന ടോപ്പിക്കിനെ പറ്റി വിലപ്പെട്ട 1 മണിക്കൂർ സമയം നമ്മോടൊപ്പം ചെലവഴിച്ച നമ്മുടെ ലീവ് ടു സ്മൈലിൽ വന്ന് വളരെ ചെറിയ കാലയളവുകൾ കൊണ്ട് മൈൻഡ് പവർ ട്രെയിനർ കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട റബീബയോട്
ആദ്യം തന്നെ നമ്മുടെ ബാച്ചിന്റെ പേരിലും ടു സ്മൈൽ അക്കാഡമിയുടെ പേരിലും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ബിബേത്ത പറഞ്ഞ പോലെ ഈ ഒരു പ്രൗഡ് മൂമെന്റ് ഉണ്ടാവാൻ ഞാൻ 1% ഞാൻ അതിനൊരു കാരണമായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഭാവി പരിപാടികളിലും വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്നും ആശംസിക്കുകയും ചെയ്യുന്നു. ഇത്രയും നേരം പരിപാടി ശ്രവിച്ചുകൊണ്ട് ഇതിൽ പങ്കാളികളായ പ്രിയ അധ്യാപകർക്കും എന്റെ പ്രിയ സഹപാഠികൾക്കും BA സൈക്കോളജി ബാച്ചിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. അദ്ദേഹം തിന്നട്ടെ. ഗോ ഫോർ. താങ്ക് യു.